സിജോ സാർ നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം. സിജോ തെരുവാപ്പുഴ. അതേപോലെ സാമൂഹ്യ നിരീക്ഷകനാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കെതിരെ ചില കാര്യങ്ങൾ പറയാനും പ്രതികരിക്കാനുമാണ്. സിജോ സാർ, ഇപ്പോ നമ്മുടെ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഒരൊറ്റ മാധ്യമം പോലും കേരളത്തിൽ അനങ്ങിയിട്ടില്ല. പല മാധ്യമങ്ങളും പറയുന്നത് ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പത്രം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഈ ഒരു ഹിന്ദു വേട്ടയെ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകമെമ്പാടും ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ ഇന്നത്തെ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് അലേർട്ട് എന്ന് പറഞ്ഞ് ട്വിറ്ററിലടക്കം പല മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്ന വാർത്ത, എ ലാർജ് ക്രൗഡ് ഗ്യാതേർഡ് ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് നേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ന്യൂയോർക്ക് ഡിമാൻഡിംഗ് പ്രൊട്ടക്ഷൻ ഫോർ ഹിന്ദുസ് എന്നാണ് പറയുന്നത്. അതായത് യുഎന്നിന്റെ ക്വാർട്ടേഴ്സിന്റെ മുമ്പിൽ പോലും ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. യു എൻ ഫൈനലി കണ്ടംസ് അറ്റാക്സ് ഓൺ ബംഗ്ലാദേശി ഹിന്ദുസ്. ഹിന്ദുക്കൾ അങ്ങനെ പ്രതിഷേധിച്ചത് കൊണ്ട് യു എൻ ആ ഒരു അറ്റാക്കിനെ കണ്ടം ചെയ്യേണ്ടി വരുന്നു, അതായത് തള്ളിപ്പറയേണ്ടി വരുന്നു. പോരാത്തതിന് ഡൊണാൾഡ് ട്രംപ്സ് പാർട്ടി സീനിയർ ലീഡർ പാറ്റ് ഫാലൻ കംസ് ഔട്ട് ഇൻ സപ്പോർട്ട് ഓഫ് ഹിന്ദുസ്. ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പാറ്റ് ഫാലൻ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഓസ്ട്രേലിയയിൽ നിന്ന് ഹിന്ദുക്കൾക്ക് കിട്ടുന്ന സഹായം ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് പുറത്തു വരുന്നത്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നില്ല. അവർ പറയുന്നത് ഓസ്ട്രേലിയൻ ജൂവിഷ് അസോസിയേഷൻ comes out in support of Hindus and advises Bangladeshi Hindus to apply for visas to Australia എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയക്ക് വിസകൾ നിങ്ങൾ അപ്ലൈ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഹിന്ദുക്കളോട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരും. നമുക്കറിയാം ഓസ്ട്രേലിയക്ക് കയറി പോകാൻ വലിയ പാടാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയ അങ്ങോട്ടേക്കുള്ള വിസയ്ക്ക് വലിയ രീതിയിലുള്ള തുക വർദ്ധിപ്പിച്ചത് നമുക്കറിയാം. പക്ഷെ ബംഗ്ലാദേശി ഹിന്ദുസിന്റെ കേസ് വന്നപ്പോൾ അവർ വിസ ഇങ്ങോട്ട് നിങ്ങൾ കയറി വന്നോളൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെക്കുന്നു. പോരാത്തതിന് അവർ പറയുന്നു, ഓസ്ട്രേലിയൻ Jew Association പറയുന്നത്, we condemn attack on Hindus, our thoughts are with the victims എന്ന് പറയുന്നു. Hindus of Bangladesh would be much more suitable candidates for visas of Australia എന്ന് പറയുന്നത്. അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുസ് ഇങ്ങോട്ടേക്ക് കയറി വരാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജനവിഭാഗമാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടും തീർന്നില്ല, ബംഗ്ലാദേശി ഹിന്ദുസിനെ അവരെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് മറ്റ് റിപ്പോർട്ടുകളും പല രീതിയിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോ ബംഗ്ലാദേശിൽ തന്നെ ഹിന്ദുസ് കം ഔട്ട് ഇൻ ലാർജ് നമ്പേഴ്സ്, അതായത് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. എന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ബംഗ്ലാദേശി ഹിന്ദുസ്, ഈ ഫോട്ടോ, ബംഗ്ലാദേശി ഹിന്ദുസ് അവിടെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നതാണ്. നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും. ആ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ആ ചിത്രം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ ചിത്രം അവിടെ ഹിന്ദുക്കൾ റോഡിലിറങ്ങി തെരുവിലിറങ്ങി വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ABC മലയാളത്തിൽ കൂടെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോ ബംഗ്ലാദേശി ഹിന്ദുസ് മുന്നോട്ട് വയ്ക്കുന്ന നാല് കാര്യങ്ങൾ ഒന്നാമത്തത് അവരുടെ ഡിമാൻഡാണ്. കാരണം ന്യൂനപക്ഷ വേട്ട നടക്കാതിരിക്കാൻ ഫോർമേഷൻ ഓഫ് എ മിനിസ്ട്രി ഫോർ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ഒരു മിനിസ്ട്രി ഫോം ചെയ്യണം. 10% റിസർവേഷൻ നാഷണൽ പാർലമെന്റിൽ മൈനോറിറ്റീസിന് നൽകണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ കമ്മീഷൻ, ഒരു മൈനോറിറ്റി പ്രൊട്ടക്ഷൻ കമ്മീഷൻ നൽകണം. പോരാത്തതിന് ഫോർമേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രിക്ട് ലോസ് ടു പ്രിവെന്റ് ഓൾ കൈൻഡ്സ് ഓഫ് അറ്റാക്ക് ഓൺ മൈനോറിറ്റീസ്. സ്ട്രിക്ട് ലോകൾ മൈനോറിറ്റീസിനെതിരെയുള്ള സ്ട്രിക്ട് ലോകൾ വരണം. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, സാർ, നമ്മുടെ നാട്ടിൽ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, രാഹുൽ ഗാന്ധി. ഇയാളെ കുറിച്ച് കഴിഞ്ഞ ദിവസം വലിയ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്, വലിയൊരു അലിഗേഷൻ. ആ അലിഗേഷൻ പുറത്ത് വിട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് a few weeks ago രാഹുൽ ഗാന്ധിയുടെ ഒരു അലിഗേഷൻ ആണ്. അത് പുറത്തു വിട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ബ്ലിറ്റ്സിന്റെ എഡിറ്റർ ആയിട്ടുള്ള സലാഹുദ്ദീൻ സൊഹൈബ് ചൗധരിയാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മിണ്ടാത്തതിന്റെ കാരണം പല ആൾക്കാരും ഞെട്ടലോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ മിണ്ടാത്തത്? ലോകത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ നിൽക്കുന്ന രാഹുൽ ഗാന്ധി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ വേട്ടയെ കാണാത്തത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ ചോദ്യം. അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഉത്തരം ഇരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്തെ ഒരു പുള്ളിയുടെ ബിഹേവിയറൽ പാറ്റേൺ, പുള്ളിയുടെ യാത്രകളൊക്കെ ശ്രദ്ധിക്കും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് പുള്ളി അമേരിക്കയ്ക്ക് പോയി. പോയിട്ട് അമേരിക്കയിൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഫണ്ട് ചെയ്യുന്ന, ലോകം മൊത്തമുള്ള ഇസ്ലാമിക ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്യുന്ന NGOസിന്റെ ലീഡേഴ്സിനെ അവിടെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഏകദേശം അവർ സ്ട്രോങ് ആയ സ്റ്റേറ്റുകളിലെല്ലാം ഈ NGOs ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഇൻഫ്ലുവൻസിലാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യയിൽ ബ്ലോക്ക് ആയിട്ട് മീൻസ് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയത്. അതാണ് അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ലോകം മൊത്തം ഇതിന് ഫണ്ട് വരുന്നത്
അറിയാലോ, ഉം, റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഫണ്ട് വരുന്നത്. യൂറോപ്പിൽ നിന്ന് വരണം, ഉം, ഉം, അല്ലെങ്കിൽ പണ്ട് സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു, അല്ലെ ഖത്തറിൽ ഉം, നിന്ന് വരുന്നുണ്ട്. അതേപോലെ ഉം, അമേരിക്കയിലാണ് ഇവരുടെ ഇപ്പം ഗ്ലോബൽ ഓർഗനൈസേഷൻസ് അവരെ ഉം, സ്വാധീനിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള ഇലക്ഷനിൽ അവര് എൻ ബ്ലോക്ക് ആയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഉം, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. യു പിയിലൊക്കെ നമ്മൾ തമാശക്ക് പറയും, അതായത് 518 പ്രധാനമന്ത്രി ആവാസ് യോജന വീട് കിട്ടിയ ഒരു ഗ്രാമത്തിൽ ഉം, BJP കിട്ടിയ വോട്ട് ഉം, 0. അപ്പോ ഉം, എന്തുകൊണ്ട് അങ്ങനെ വന്നു? അതൊന്നും സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. സ്വാഭാവികമായിട്ട് എനിക്കിപ്പോ ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വീട് വെച്ച് തന്നു, അതിന് ഹെൽപ്പ് ചെയ്തവരോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യും. അപ്പം ആ ഉം, സ്വാഭാവികമായിട്ട് അങ്ങനെ കിട്ടേണ്ട വോട്ട് വരെയും കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പുറകിൽ അതിനുള്ള ഉം, അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും ഫസ്റ്റ്. ഉം, അപ്പോ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള ഈ പാർട്ടികളാണ്, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള അല്ലെ അമേരിക്കയിലുള്ള ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു അട്ടിമറി കൂപ്പാണ് എക്സാക്ട്ലി ഉം, പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നത്. അപ്പൊ ഈ ഉം, ബംഗ്ലാദേശിൽ ഇത് നടക്കുമ്പോ നമ്മൾ ഉം, മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനിത് നടത്തി എന്നുള്ളതാണ്. അതായത് എന്തിനാണ് ഉം, ബംഗ്ലാദേശിൽ ഇപ്പോ ഒരു ഭരണ അട്ടിമറി നടത്തിയത്? ബംഗ്ലാദേശിൽ എന്തിനാ ഭരണ അട്ടിമറി നടത്തിയത്? ഇതിന്റെ പ്രാഥമികമായ ലക്ഷ്യം അതുമായിട്ട് ഏകദേശം 3 സൈഡിലും അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്യാൻ തന്നെയാണ്. ഉം. അല്ലാതെ അതിൽ ആവശ്യമില്ല. അപ്പം ബംഗ്ലാദേശുമായിട്ട് 3 സൈഡിൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അല്ലെ, നമ്മൾ, ഇന്ത്യ. അല്ലെ? ഉം, ഇന്ത്യ. അപ്പം നമ്മളെ ടാർഗറ്റ് എന്തിനാ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്? നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ ഇവര് റഷ്യക്കെതിരെ ഓയിൽ വാങ്ങരുതെന്ന് പറഞ്ഞു, നമ്മൾ ഓയിൽ വാങ്ങി. ഉം, അതേപോലെ തന്നെ ഡോളറിൽ വേണം ഓയിൽ വാങ്ങുക, അല്ലെങ്കിൽ ട്രേഡ് നടത്താന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ഇന്ത്യൻ രൂപയിൽ നമ്മൾ ട്രേഡ് നടത്തും. അപ്പോൾ ഉം, ഇവരുടെ ഒരു ഗ്ലോബൽ ഇൻട്രസ്റ്റിന് നമ്മൾ എതിരാകും. അതായത് അമേരിക്കൻ ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള അവരുടെ ഗ്ലോബൽ ഇൻട്രസ്റ്റിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എതിരാണ്. അതായത് പണ്ട് ഉം, അവർക്ക് റഷ്യനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈന ഓൾമോസ്റ്റ് US ഡിപ്പെൻഡന്റ്. അത് ചൈന ഒരു ഗ്ലോബൽ പവർ ആണെങ്കിൽ പോലും ചൈനയിൽ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് വെസ്റ്റിലോട്ടും യൂറോപ്പിലോട്ടും ഒക്കെ ചെന്നില്ലെങ്കിൽ അവർക്ക് അവിടെ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഉം, കച്ചവടം നടക്കണം. അപ്പോ ഉം, ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു ഒരു ബഫറായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ റഷ്യ. അതുകൊണ്ടാണ് ഉം, നമ്മളിപ്പോ അടുത്ത കാലത്ത് ഇന്ത്യയും ചൈനയായിട്ട് അതിർത്തിയിൽ ചൈന വന്നു എന്നൊക്കെ, അതൊക്കെ പണ്ട് വരലുണ്ട്. അതിർത്തിയിൽ വന്നു ഉം, എന്ന് പറയുമെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഒരു അടി അടുത്ത കാലത്ത് ഈ ഒരു ഒരു അടുത്ത കാലത്ത് ഒന്നും നടക്കുക. അതിനൊരു ഉം, ഡോക്ലോമിൽ വന്ന സമയത്ത് മാത്രമാണ്. അത് ഭൂട്ടാനുമായിട്ട് സംബന്ധിച്ച് നമുക്കുള്ള ഒരു കരാറിന്റെ ഭാഗമായിട്ട് നമ്മൾ ശക്തമായി ഡിഫെൻഡ് ചെയ്യുകയും അത് ഉം, മാത്രമല്ല നമ്മുടെ ചിക്കൻ നെക്കിന് അത് അപകടമാണ്. ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉം, ഉം. നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും അതെ, അതെ. വീതി കുറഞ്ഞ ഭാഗം. അപ്പം അത് അവിടെ പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ അവിടെ കയറി എക്സാക്ട്ലി ഡിഫെൻഡ് ചെയ്തത്. അത് മാത്രമല്ല, നമുക്ക് ചൈന എന്ന് പറയുന്ന രാജ്യത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും. അപ്പം ഉം, നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എപ്പോഴും അവരെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആണ്. എങ്കിൽ പോലും ഇപ്പോ ഈ പറഞ്ഞ പോലെ ഈ ബംഗ്ലാദേശിൽ ഇവര് നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ പ്രോ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഉം, ഈ പറയുന്ന ഷെയ്ഖ് ഹസീന അവര് പ്രോ ഇന്ത്യൻ എന്ന് പറഞ്ഞു ഉം, കഴിഞ്ഞാൽ ഇന്ത്യ അവര് ആന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഹിന്ദുവായിട്ട് നേരത്തെ കുറച്ചൊക്കെ ഒരു രീതിയിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഉള്ള പോലെ ഉണ്ടായിട്ടുണ്ട്, ന്യൂനപക്ഷ വേട്ടയൊക്കെ ഉം, ഉണ്ടായിട്ടുണ്ട്. ഉം, സ്വാഭാവികമായിട്ടും പാർട്ടീഷൻ നടന്ന സമയത്ത് അവിടെ എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര പെർസെന്റേജ് ഉണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉം, നമുക്കതിൽ വെറുതെ ന്യായാന്യായങ്ങളൊന്നും പറയണ്ട. പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് അത്. ഉം, അങ്ങനെ അവര് പക്ഷെ എങ്കിൽ പോലും ഒരു സഹവർത്തിത്വത്തിലൊക്കെ വന്നിരുന്നത്, അതായത് നല്ല ഒരുവിധ ഉം, കുഴപ്പമില്ലാത്ത ആയിട്ടുള്ള ഈ പ്രോ ഹിന്ദു ആയിട്ടുള്ള ഫുള്ളി പ്രോ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് ഒരു പൂർണ്ണമായിട്ടും ഇസ്ലാമിക സംസ്കാരം ഉള്ള ഒരു രാജ്യത്ത് അത്രമാത്രം നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെയുള്ള ചില ഉം, എലിമെന്റ്സിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എങ്കിൽ പോലും അവര് ഉം, ആ രാജ്യവും അവരും ഒരു പരിധിക്കപ്പുറം അവരെ വേട്ടയാടിയിരുന്നില്ല ഈ ഷെയ്ഖ് ഹസീന ഉം, ഉം, ഭരിക്കുന്നത്. പക്ഷെ നാം ഈ അത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി, അതായത് ഈ കാളിദാസിയുടെ പാർട്ടി പണ്ട് തൊട്ടേ ഉം, പാകിസ്ഥാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു, ഉം, ISI ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. ചെറിയ ഉം, രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ ഉം, നമ്മുടെ ഒറീസയുടെ അത്രയൊക്കെ വരുള്ളൂ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഉം, അപ്പൊ ഉം, ഉം. ഈ ബംഗ്ലാദേശിൽ ഇവർക്ക് ഇന്ത്യയായിട്ട് ഇപ്പൊ അമേരിക്കക്ക് വേണ്ടിയിരുന്നത്
ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഡിഫൻസ് ആയിട്ടുള്ള അമേരിക്കന്റെ വാർഷിപ്സുകൾ ഇവിടെ ഡോക്ക് ചെയ്യണം, അല്ല അമേരിക്കയായിട്ട് നാറ്റോയിലുള്ള പോലെ ഒരു കരാർ ബേസ്ഡ് ആയിട്ട് ഇന്ത്യ നിൽക്കണം, അല്ലെങ്കിൽ ചൈനയെ നമ്മൾ അടിക്കണം. അവരിടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിൽ ഇതിനെല്ലാത്തിനുള്ള ഉത്തരവുണ്ട്. നാളെ ചൈന നിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു നമ്മളോട്. നാളെ ചൈന ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യും. ഇത്ര കാലം പാകിസ്ഥാൻ ആക്രമിച്ചു, മുമ്പ് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചിരുന്നു, അന്നേരം അമേരിക്ക നമ്മളെ സഹായിച്ചു? ഇല്ല. അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി കപ്പൽപ്പട വിടുവല്ലേ? അതേപോലെ പണ്ട് ചൈന നമ്മളെ ആക്രമിച്ചു, അമേരിക്ക നമ്മളെ സഹായിച്ചു. നമ്മുടെ കുറെ പോർഷൻസ് അവര് നെഹ്റുവിന്റെ കാലത്ത് പിടിച്ചു. പക്ഷെ ഇന്ത്യ ഇപ്പൊ പഴയ ഒരു ഇന്ത്യ അല്ല, ഇന്ത്യ ഇപ്പൊ ഒരു ഗ്ലോബൽ പവറാണ്. അമേരിക്കക്ക് ഇന്ത്യയെ അവഗണിച്ച് ഏഷ്യയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. ഇല്ല, അമേരിക്കക്ക് ഇന്ത്യയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അമേരിക്കക്ക് ഇന്ത്യയുടെ എന്താ വേണ്ടേ? ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സസ് വേണം, ഇന്ത്യയുടെ വലിയ മാർക്കറ്റ് വേണം. നമ്മളിപ്പോ അമേരിക്കയോട് ഡീൽ ചെയ്യുന്നത് ഇന്ത്യയുടെ ഇത്രയും വലിയ സൈസുള്ള മാർക്കറ്റിനെ വെച്ച് വിലപേശിയാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അവര് പറയുന്ന പപ്പറ്റ് ഗവൺമെന്റ്സ് വേണം ഇവിടെ ഉണ്ടാവാൻ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ഇവർക്ക് ലാസ്റ്റ് ഇലക്ഷനിൽ നോട്ടീസ് അടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിക്ക് 8,000 കോടി അല്ല 9,000 കോടി പണം ഇടുന്നു. ഈ പണം എല്ലാം വരുന്ന പുറത്തുനിന്ന്. അപ്പൊ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോവല്ല. ഞാൻ പറഞ്ഞു എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ അതാ ചോദിച്ചു വന്നത്, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇതില് മിണ്ടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള പ്രഷർ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ വോട്ട് പോളറൈസേഷൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ, അല്ല അമേരിക്ക ഉൾപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഒരു കുറച്ച് എലിമെന്റ്സ് ബംഗ്ലാദേശിൽ ഒരു കൂപ്പ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനെതിരെ പ്രതികരിക്കാനോ അതിനൊപ്പം നിൽക്കാൻ മാത്രമേ പുള്ളിക്ക് പറ്റുള്ളൂ. കാരണം ഓൾറെഡി പുള്ളി അതിന് പങ്ക് പറ്റിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ ഫണ്ട് ഇറക്കി കിട്ടിയിട്ടുണ്ട്, വോട്ട് ഇറക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിൽക്കത്തില്ല. മാത്രമല്ല 2 ആഴ്ച മുമ്പ് ഇവര് ഇംഗ്ലണ്ടിൽ വെച്ച് താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ലീഡറെ ഇവിടുത്തെ കോൺഗ്രസിന്റെ ഈ പറയുന്ന യുവ നേതാവ് അല്ലെ ഭാവി പ്രധാനമന്ത്രി മീറ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് താങ്കൾ ആദ്യം വായിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് ഈ അമിത് മാളവിയ അടക്കം ഷെയർ ചെയ്തിരിക്കുന്ന ട്വീറ്റിൽ പറയുന്നത്, a few weeks ago Rahul Gandhi visited London and he had a secret meeting with Tariq Rahman. ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഷെയ്ഖ് ഹസീന അവിടെ ജയിലിൽ അടച്ചിരുന്ന ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിട്ടുള്ള ഖലീദ സിയ, അവരെ ഇപ്പോ ബംഗ്ലാദേശിൽ കലാപം നടത്തിയിട്ട് ഇവർ തുറന്നു വിട്ടിട്ടുണ്ട്. പോരാത്തതിന് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സകല ഭീകരന്മാരെ ഇവർ തുറന്നു വിട്ടിട്ടുണ്ട്. അവിടെ ജയിലുകളെല്ലാം തുറന്ന് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ, അവിടെയുള്ള ഭീകരവാദികളെ മുഴുവൻ, കള്ളന്മാരെ, കൊള്ളക്കാരെ എല്ലാവരെയും മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മോചിപ്പിച്ച കൂട്ടത്തിൽ മോചിപ്പിച്ച സ്ത്രീയാണ് ഖലീദ സിയ. ഈ ഖലീദ സിയയുടെ മകനാണ് താരിഖ് റഹ്മാൻ. ഈ താരിഖ് റഹ്മാനുമായിട്ട് രാഹുൽ ഗാന്ധി ലണ്ടനിൽ വെച്ച് ഒരു സീക്രട്ട് മീറ്റിംഗ് നടത്തി എന്നാണ് ഈ സലാഹ് ഷൊയ്ബ്, അതായത് സലാഹുദ്ദീൻ ഷൊയ്ബ് ചൗധരി, ബ്ലിറ്റ്സിന്റെ എഡിറ്റർ ആയിട്ടുള്ള അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതും ചെറിയ വെളിപ്പെടുത്തലല്ല, അത് വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അപ്പോ രാഹുൽ ഗാന്ധി എന്തിനായിരിക്കും ലണ്ടനിൽ വെച്ച് ഇത്തരത്തിലൊരു മീറ്റിംഗ് അവിടെ നടത്തിയത്? രാഹുൽ ഗാന്ധി അറിഞ്ഞിരുന്നോ ബംഗ്ലാദേശ് അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യം? അതായത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ അട്ടിമറിക്കുമെന്ന് റഷ്യ ഡിസംബറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കന്റെ പവേഴ്സും കൂടെ കൂടിയിട്ട് അമേരിക്കക്ക് താല്പര്യമില്ലാത്ത ഹസീനയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ റഷ്യ ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ട്. റഷ്യയാണോ അമേരിക്കയാണോ? എന്തോ റഷ്യയാണോ അമേരിക്കയാണോ അട്ടിമറിക്കുമെന്ന് പറഞ്ഞു? അല്ല, റഷ്യയുടെ സീക്രട്ട് സർവീസ്, റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം അമേരിക്ക അട്ടിമറിക്കുമെന്ന് റഷ്യ മറ്റേ ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ നടന്ന് ജയിച്ചാൽ തന്നെ ഗവൺമെന്റിനെ അട്ടിമറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റഷ്യയായിട്ട് അത്ര നല്ല സൗഹൃദം പുലർത്തുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനും അറിയാം ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. കാരണം വെച്ചാൽ അമേരിക്ക എന്ന് പറയുന്നത് ഗ്ലോബലി മൈറ്റി പവർ തന്നെയാണ്. അതിപ്പോ നമുക്ക് അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അട്ടിമറിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് വേണ്ടത് എന്താ? അത് ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുണ്ട്, സെന്റ് മാർട്ടിൻ ഐലൻഡ്സ്, അതൊരു 2 ഐലൻഡ്സ് ആണ്. അതായത് ബംഗ്ലാദേശിന്റെ കയ്യിലിരിക്കുന്ന 2 ഐലൻഡ്സ്, ഒന്ന് വെള്ളം കയറി കിടക്കുന്ന ഐലൻഡ്, മറ്റേതൊരു ചെറിയ ഐലൻഡും. അവർക്ക് അവിടെ ഒരു ഇപ്പൊ നമ്മള് ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഐലൻഡ്സ് ഉണ്ടാക്കും, ബോട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ ഈ പറയുന്ന സെന്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. എയർ ബേസ് ഉണ്ടാക്കാൻ. അതെ, എയർ ബേസ് ഉണ്ടാക്കാൻ.
അതെ, നേവൽ ബേസ് ഉണ്ടാക്കാൻ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഷെയ്ഖ് ഹസീന പറഞ്ഞു സാധ്യമല്ല എന്ന്. അത് ഇപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ബംഗ്ലാദേശിൽ കലാപം നടന്ന ആദ്യം ഇന്ത്യയിലെ പ്രോ അമേരിക്കൻ അല്ലെ പ്രോ ഡീപ് സ്റ്റേറ്റ് അല്ലെ പ്രോ ഇന്ത്യ മുന്നണിയുടെ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ അധികവും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ചൈന ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവരൊരു ശ്രമം നടത്തി തുടക്കത്തിൽ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗ്ലാദേശിൽ ഒരു കലാപം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയുള്ള ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ അതിലൊരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇന്ത്യയിൽ അവർ ഇത്രയും കാലം കാസ്റ്റ് ബേസിൽ ഉണ്ടാക്കിയ ഒരു സ്പ്ലിറ്റും പണം കൊടുക്കാന്നുണ്ടാക്കിയ സ്പ്ലിറ്റും എടുത്ത പണി മൊത്തം വെറുതെയാണ്. കാരണം വെച്ചാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളിലെ 90% ദളിതരാണ്. അതായത് ദളിത് ഹിന്ദുസാണ് ഈ പറയുന്ന. അതെ അതെ, ഇന്ന് യോഗി ആദിത്യനാഥ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദളിത് ഹിന്ദുസ് ആണ് അവിടെ ഉള്ളത്. ദളിത് ഹിന്ദുസ് അവിടെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഒരു വെടിമരുന്നിരിക്കുകയാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. അതെ, അപ്പൊ ഈ പറയുന്ന ദളിത് ഹിന്ദുസിനെ ഇവരാണ് ഉപദ്രവിക്കുമ്പോ പോലും ഇവർക്ക് മിണ്ടാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഈ പറയുന്ന ഇതെന്താണ് ഭാവിയിൽ ഇപ്പം കുറച്ച് ദളിത് ഹിന്ദുസ് ഈ പറയുന്ന ഐഡിയോളജികളുടെ കൂടെ എല്ലാം നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഭാവിയിലുള്ളതിന്റെ ഉത്തമ ഉദാഹരണം നടക്കുന്നു. അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. കഴിഞ്ഞ ദിവസം താങ്കൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു റെയിൽവേ പാളത്തിന്റെ മേൽപ്പാലത്തിൽ ഇവരെ എല്ലാം നിരത്തി കെട്ടി തൂക്കിയിട്ട്. അതായത് നമ്മളിതൊരു ഒരു കലാപം ഒരു രാജ്യത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോൺസ്റ്ററിനെ നമ്മൾ തുറന്നു വിടുകയാണ്. അതെന്ത് ചെയ്യും അല്ല അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പഴയ കാലമൊന്നും, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ഇത്ര വളർന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മൊബൈൽ ഉണ്ട്, ഏത് തരത്തിലുള്ള നാരേറ്റീവാ ബിൽഡ് ചെയ്യുന്നത്, അല്ലെ ഏത് തരത്തിലാണ് ജനങ്ങൾ ബിഹേവ് ചെയ്യുക, ഇവരുടെ എല്ലാം മോട്ടീവ്സ് എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. അതായത് പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള പലർക്കും കലാപം തുടങ്ങിയപ്പോ തൊട്ട് കിട്ടി, ചിലരെ കൊന്നു, ഹിന്ദുക്കളുടെ വീടുകൾ കയ്യേറി. അപ്പം രാഹുൽ ഗാന്ധിനെ പോലുള്ളവർക്ക് പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗ്ലാദേശിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയേണ്ടത് ഇന്ത്യയിലെ ഉള്ള ഹിന്ദുക്കൾക്ക് ഇത് അവരെ കണ്ണിപ്പൊടിയിടാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ദളിതരെയും അവിടെയുള്ള ഹിന്ദുക്കളെ എല്ലാം ആക്രമിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് സംഭവിക്കുക, ഇവിടെ അതിനെതിരായിട്ടൊരു വികാരം ഉണ്ടാവും, ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ വെച്ചിട്ട് പോയ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ജാതീയമായി തിരിച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്നും അവര് ഇലക്ഷൻ വിക്ടറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. BJP അങ്ങനെ ഇലക്ഷൻ വിക്ടറി ഉണ്ടാക്കുന്നത് അത് ഹിന്ദു എന്ന് പറയുന്ന ഒരു ലാർജർ ഇതിലോട്ട് ജാതി എന്നുള്ള കോൺസെപ്റ്റ് വിട്ടിട്ട് ഹിന്ദു എന്ന് പറയുന്ന ലാർജർ കോൺസെപ്റ്റില് എന്തിന് RSS തന്നെ സർസംഘചാലക്ക് പറഞ്ഞേക്കുന്നത് എന്താണ്, അതായത് മനസ്സുകൊണ്ട് ഭാരതീയനായ എല്ലാവരും ഈ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്ന എല്ലാവരും ഹിന്ദു ലൈക്ക് എന്റെ സംസ്കാരം ഹൈന്ദവമാണ്, ഇന്ത്യൻ സംസ്കാരം എല്ലാവരും ഹിന്ദുവാണ്. പക്ഷെ ഇന്ത്യൻ സംസ്കാരത്തെ വെറുക്കുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുക മതപരിവർത്തനവും മതരാഷ്ട്രവാദവും കൊണ്ടൊക്കെ രാജ്യത്തെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവര് നോക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ഒരു ഞാൻ പറയാം, ഇപ്പൊ ബംഗ്ലാദേശിൽ തന്നെ ഇത്രയും ഹിന്ദുക്കൾ ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തില് ഒരു 80 അല്ലെ 60-70% ഭൂരിപക്ഷ സമൂഹം ഒരു സെക്യുലർ ചിന്താഗതി ഉള്ളതുകൊണ്ടല്ലേ പണ്ടേ പാകിസ്ഥാനിലെ അവസ്ഥ മുമ്പേ വന്നേ. മാത്രമല്ല അതിൽ വേറൊരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടൊരു കാരണം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ 3 ചുറ്റും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ സപ്പോർട്ട് ഇല്ലാതെ നാളെ അമേരിക്ക അവിടെ വന്ന് കയറിയാലും ഒന്നും ചെയ്യാനൊന്നുമില്ല. വേറെ അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാണ്, പിന്നെ അപ്പുറത്തോട്ടും മ്യാൻമാറിന്റെ സൈഡിലോട്ടുള്ള സ്ഥലവും. അപ്പം അവിടെ ഇന്ത്യയുടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല ബംഗ്ലാദേശിന് വെറും 40,000 സോൾജേഴ്സ് മാത്രമേ ഉള്ളൂ. അത് തന്നെ അവരെ ട്രെയിൻ ചെയ്ത് തന്നെ ഇന്ത്യൻ ആർമി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യൻ ആർമിയുടെ ആൾക്കാരുണ്ട് അതിനകത്ത്. അപ്പോ ഇന്ന് രാജ്യം ബംഗ്ലാദേശുമായിട്ട് ഡീൽ ചെയ്യുന്നത് അമേരിക്ക ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കിയ നമ്മുടെ ഒരു ഫോറിൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റു രാജ്യങ്ങളുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ഇടപെടില്ല. പക്ഷെ ബംഗ്ലാദേശിലുള്ള ഒരു രാജ്യത്ത് ഇതുപോലൊരു ഹിന്ദുവായിട്ട് നടക്കുമ്പോൾ ഏറ്റവും രാജ്യമായ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഹൈന്ദവ ദേശീയത പറയുന്ന പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോൾ ആസ് എ പേഴ്സൺ ഐ തിങ്ക് വി ഹാവ് ടു ഇന്റർഫിയർ, മിലിറ്ററി ഇന്റർഫിയറൻസ് തന്നെ അവിടെ ചിലപ്പോൾ ഒരു വർഷം ആവശ്യം വരും.
ഇപ്പോൾ അല്ല, ബംഗ്ലാദേശിലെ എന്റെ വേറെ ചോദ്യം, ഇപ്പൊ നമ്മൾ ഇന്റർഫിയർ ചെയ്തില്ലെങ്കിൽ അവിടെ ഇന്റർഫിയർ ചെയ്യാൻ ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ റെഡിയായി നിൽക്കുന്നില്ല. ഒരിക്കലും ചൈന ഇന്റർഫിയർ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന സെന്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കയുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമാണ്. അതെ, അതായത് നമ്മുടെ ബാക്ക് യാർഡിൽ ഒരു അമേരിക്കൻ നേവൽ ബേസ് വരാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. ഇല്ല. അതേപോലെ തന്നെ ചൈനയും താല്പര്യപ്പെടുന്നില്ല. അതായത് അതിന് തെറ്റിയത് തന്നെ അമേരിക്കക്ക് വേണമെന്നുള്ളത് ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു. അപ്പൊ ഒരിക്കലും അമേരിക്കൻ നേവൽ ബേസ് ഇതിന്റെ തൊട്ടടുത്ത് ചൈനയാണ്. അതായത് ഈ ഐലൻഡിൽ നിന്ന് ഇന്ത്യൻ മെയിൻ ലാൻഡിലോട്ടുള്ളതും ചൈനീസ് മെയിൻ ലാൻഡിലോട്ടുള്ള ദൂരം നോക്കുവാണെങ്കിൽ തായ്വാനിലും ഹോങ്കോങ്ങിലും ഒക്കെ ചൈന, ഫിലിപ്പീൻസും ഒക്കെ ആയിട്ട് ചൈനയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ ഒരു അമേരിക്കൻ ബേസ് വരാൻ ചൈന താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഇതിൽ ഞാൻ കാണുന്നത് ഇന്ത്യയും ചൈനയായിട്ടുള്ള അല്ലെങ്കിൽ റഷ്യ ഇടനില നിന്നിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരുപക്ഷെ ഇനിയിപ്പോ ഒരു ലക്ഷം എന്തായിരുന്നാലും അതാ പറയുന്നത്. എന്തായിരുന്നാലും ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ താരിഖ് റഹ്മാനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. അതിനുശേഷമാണ് അവിടെ വലിയ രീതിയിലുള്ള അട്ടിമറി ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി യാതൊരുവിധ കാര്യങ്ങളും മിണ്ടിയിട്ടില്ല. എല്ലായിടത്തും സ്നേഹത്തിന്റെ കട തുറക്കാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്നുള്ളതല്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ പോലും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മറിച്ച് ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ടടിച്ച് ചത്താൽ പോലും വലിയ രീതിയിൽ പ്രക്ഷോഭവും പ്രതിഷേധവും ഉണ്ടാക്കി നടക്കുന്ന ഇസ്രായേലിൽ ഒരു അറ്റാക്ക് നടന്നിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ, ഇസ്രായേൽ പലസ്തീനിൽ ഒരു തരി മണ്ണ് കോരിയിട്ടാൽ അവിടെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന, ഇവിടെ പന്തം കൊളുത്തി പ്രതിഷേധിക്കുന്ന ഇവിടെയുള്ള ജേർണലിസ്റ്റുകൾ, പരിമിതപ്രജ്ഞരായിട്ടുള്ള ജേർണലിസ്റ്റ് മാധ്യമ പുങ്കവന്മാരുടെ വായിൽ പഴമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഇനി വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി എന്തിനാണ് അവിടെ ഇന്റർഫിയർ ചെയ്തത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരും എന്ന് വിചാരിക്കുന്നു. അതോടുകൂടി താങ്ക് യു സാർ. വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.